വെൽക്കം ടു എവി ടൈൽസ് ആൻഡ് സാനിറ്ററി തട്ടാമല കൊല്ലം. എൻ്റെ പേര് അമിത്. ഇന്ന് നമ്മളിവിടെ അറിയാൻ പോകുന്നത് CP ഫിറ്റിംഗ്സ് മേടിക്കുമ്പം രണ്ട് പ്രധാനപ്പെട്ട പാർട്സ്, അതില്ലാതെ ബാത്റൂംസ് കംപ്ലീറ്റ് ആവത്തില്ല. ഒന്ന് ഈ ഹാഫ് ഫ്രെയിം സിസ്റ്റം, പിന്നെ ഒന്ന് കൺസീൽഡ് ഡൈവേർട്ടറും. നമുക്കറിയാം മാർക്കറ്റിൽ എല്ലാ വീടുകളിലും ഈ രണ്ട് പ്രൊഡക്റ്റും ഉപയോഗിക്കത്തില്ല. പക്ഷേ കൺസീൽ സിസ്റ്റം പോകുന്നിടത്ത് ഡെഫിനറ്റ്ലി ഡൈവേർട്ടറും പോകും. അതുപോലെ ഡൈവേർട്ടർ പോകുന്നിടത്ത് കൺസീൽ സിസ്റ്റം മിക്കവാറും നമ്മൾ കാണാറുണ്ട്. സോ ഇത് ആ ഒരു ടൈപ്പ് ഓഫ് വീടുകൾ, അതായത് കൺസീൽഡ് സിസ്റ്റവും വാൾ ഹാങ് ക്ലോസറ്റും അതേപോലെ ഡൈവേർട്ടറും ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു ടിപ്പാണ് രണ്ട് പ്രൊഡക്റ്റിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അല്ല, ആദ്യത്തെ കാര്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ ഫ്ലഷ് പ്ലേറ്റും ഈ കൺസീൽ ടാങ്കും തമ്മിൽ ബന്ധപ്പെട്ട പ്രൊഡക്റ്റാണ്. അതായത് ഇത് മാത്രമായിട്ടൊന്നിനും ഉപയോഗപ്പെടുത്താൻ പറ്റത്തില്ല, ഇതും മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ വിച്ച് മീൻസ് ഈ രണ്ട് പ്രൊഡക്റ്റും ഒരുമിച്ച് പോകണം. സോ ഇതിനകത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് പറ്റിക്കപ്പെടുന്ന എവിടെയാണെന്ന് വെച്ചാൽ, പല കടകളിലും കസ്റ്റമർ പെട്ടെന്ന് പോയി റേറ്റ് ചോദിക്കുമ്പോൾ അവർ ഈ ടാങ്കിൻ്റെ മാത്രം റേറ്റ് പറയും. ഈ ടാങ്കിൻ്റെ മാത്രം റേറ്റ് പറയുമ്പോൾ കുറഞ്ഞിരിക്കും. ഇതേ കസ്റ്റമർ റേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സ്ഥാപനത്തിൽ വിളിക്കുമ്പോൾ അവർ ചിലപ്പം പ്ലേറ്റും കൂടെ ചേർത്തായിരിക്കും റേറ്റ് പറയുന്നത്. പക്ഷേ ഈ ആദ്യം പറഞ്ഞ കടയെക്കാട്ടിലും നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും രണ്ടാമത്തെ കടയിൽ. പക്ഷേ റേറ്റ് കൂടുതലാണെന്ന് അറിഞ്ഞുകൊണ്ടും ഈ രണ്ട് പ്രൊഡക്റ്റും സെപ്പറേറ്റ് ബില്ലിങ്ങാ, ഇത് സെപ്പറേറ്റ് പ്രൊഡക്റ്റാ, ഇത് രണ്ട് ഇൻഡസ്ട്രി ആണെന്ന് അറിയാതെ റേറ്റ് വെച്ച് മാത്രം ഈ പ്രൊഡക്റ്റിനെ അങ്ങ് തീരുമാനിക്കും. സോ ഇതാണ് ഈ പ്രൊഡക്റ്റിനകത്ത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് കൺസീൽ ടാങ്കിൻ്റെ റേറ്റ് എവിടെ ചോദിച്ചാലും അത് പ്ലേറ്റ് ഉൾപ്പെടെയാണോ എന്ന് എടുത്ത് നമ്മൾ ചോദിക്കണം. ഇനി രണ്ടാമത്തെ പ്രൊഡക്റ്റ്, അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. രണ്ടാമത്തെ പ്രൊഡക്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എപ്പോഴും ഈ ഡൈവേർട്ടേഴ്സ് ആണ്. ഡൈവേർട്ടേഴ്സും ഇതേപോലാണ്. വളരെ ഷോർട്ട് നോട്ടീസിൽ വീടിന്റെ വർക്ക് തുടങ്ങുന്ന ഉടനെ, അതായത് വീടിന്റെ ബാത്റൂമിന്റെ ഫസ്റ്റ് വർക്കിനകത്ത് വരുന്നതാണ് ഈ പ്രൊഡക്റ്റ്. ഇതിനകത്തും ഈ സെയിം പ്രശ്നമുണ്ട്. നമ്മളിപ്പം ഈ പുറമെ കാണുമ്പോൾ ഈ പ്ലേറ്റും ഈ നോബും കാണാം. പക്ഷേ ഇതിന്റെ പുറയിൽ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഈ ബ്രാസിന്റെ ഡൈവേർട്ടർ, അതായത് ചൂടുവെള്ളം, തണുത്ത വെള്ളം, ഷവർ, ടാപ്പ്, ഈ ഒരു പാർട്ട്, ഈ ബ്രാസിന്റെ പാർട്ടും ഈ പ്ലേറ്റും നോബും, ഇത് രണ്ടും രണ്ട് പ്രൊഡക്റ്റാണ്. എല്ലാ കമ്പനീസും ഇപ്പോൾ ഇത് രണ്ടായിട്ടാണ് ബില്ല് ചെയ്യുന്നത്. സോ കസ്റ്റമർ പെട്ടെന്ന് ഒരു റേറ്റ് ചോദിക്കുമ്പം സ്മാർട്ടായിട്ടുള്ള സെയിൽസ്മാൻ ആണെങ്കിൽ അവർ ഇതിൻ്റെ മാത്രം റേറ്റ് പറയും. കാരണം ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് സെപ്പറേറ്റ് പാക്കിങ്ങാണ്, ഇതിന് സെപ്പറേറ്റ് പ്രൊഡക്റ്റ് കോഡാ, ഇതിന് സെപ്പറേറ്റ് പ്രൈസാണ്. സോ ഇതിന് മാത്രം പ്രൈസ് പറയും. കസ്റ്റമർ പെട്ടെന്ന് അടുത്ത കടയിൽ പോയി ഇതിൻ്റെ റേറ്റ് തിരക്കും, അല്ല വേറൊരു കമ്പനിയുടെ സാധനം റേറ്റ് പറയുമ്പം ചിലപ്പോൾ അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻ ഇന്നർ പാർട്ടും ഔട്ടർ പാർട്ടും ഇത് രണ്ടും കൂടെ ചേർത്ത് റേറ്റ് പറയും. അവിടെ കസ്റ്റമേഴ്സിന് എപ്പോഴും മിക്കപ്പോഴും ഈ ഒരു കമ്പാരിസണിൽ ഒരു തെറ്റ് വരാറുണ്ട്. പ്രൈസ് വളരെ കൂടുതലാണ്, വളരെ ലോ ആണെന്നുള്ള ഒരു തെറ്റ് എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു ഡൈവേർട്ടറിന് ഇപ്പം ഇത് ഗ്രോഹയുടെ ആണ് നമ്മൾ ഈ സെറ്റപ്പ് കാണുന്നത്. സോ ഗ്രോഹയുടെ ഇന്നർ പാർട്ടിന് ഗ്രോഹയുടെ പ്ലേറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. സോ ഗ്രോഹയുടെ പക്ഷേ ഏത് പ്ലേറ്റും ഇതിൻ്റെ ഇന്നർ പാർട്ടുമായിട്ട് ചേരും. നമുക്ക് നോക്കിയ മോഡലല്ല, ഏത് മോഡൽ എടുത്താലും ആ സീരീസിലുള്ള എല്ലാ മോഡൽസും നമുക്ക് ഔട്ടർ പാർട്ടിൻ്റെ കൂടെ ചേരും. ഈ സൗകര്യം കമ്പനീസ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത്യാവശ്യമായിട്ട് മെയിൻ സ്കെലറ്റൽ വർക്ക് അങ്ങ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സമാധാനമായിട്ട് നമുക്ക് ഡിസൈനറുമായിട്ടും വീട്ടുകാരുമായിട്ടും ഒക്കെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ഈ നോബും ഇതിൻ്റെ ലുക്കും സെലക്ട് ചെയ്ത് ഒരു 3 മാസം കഴിഞ്ഞ് നമുക്ക് ഔട്ടർ പാർട്ടിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. സോ അടുത്ത പ്രാവശ്യം നിങ്ങൾ നോക്കുമ്പം ശ്രദ്ധിക്കുക, എവിടെ വിളിച്ച് ചോദിച്ചാലും ഡൈവേർട്ടേഴ്സിൻ്റെ റേറ്റ് ചോദിക്കുമ്പോൾ ഡൈവേർട്ടറും അതിൻ്റെ ഔട്ടർ പാർട്ടും ഇന്നർ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് റേറ്റ് ചോദിക്കണം, എന്നിട്ട് തീരുമാനിക്കാവും. സോ ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും വരാം. എവി ടൈൽസ് ആൻഡ് സാനിറ്ററി. എൻ്റെ പേര് അമിത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.